ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ നമ്മുടെ നല്ലൊരു ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ രാവിലെ എണീറ്റ് വെറുതെ ബാൽക്കണിയിൽ വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ വെച്ച് നിങ്ങളെ ഞാൻ ബാൽക്കണിയുടെ വ്യൂ ഒക്കെ ഒന്ന് കാണിക്കായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചൊരു ദിവസം നല്ല പോസിറ്റീവായിട്ട് തുടങ്ങാമെന്ന്. അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് വാങ്ങിച്ച ഈ ദൈവത്തിൻ്റെ ഒരു പോസിറ്റീവ് മെസ്സേജ് ഇല്ലേ, അതൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോഴാണ് എനിക്കിതാ വന്നത്, നിന്നേക്കാൾ പ്രായമുള്ളവനെ ശകാരിക്കരുതെന്ന്. ഞാൻ ആരും ശകാരിക്കാറില്ല. നല്ലൊരു ദിവസം അങ്ങനെ അങ്ങ് പോയി. എനിക്ക് തോന്നുന്നു ഞാൻ രാവിലെ വല്ലിച്ചനെ ഉപദേശിക്കുമായിരുന്നു. വല്ലിച്ചൻ എവിടെ വന്നാലും ഭയങ്കര സ്ട്രെസ്സാണ്. പെട്ടെന്ന് വീട്ടിൽ പോകണം, ബാർ റെഡിയാവുമ്പോൾ പോവാം, അങ്ങനെ ഒരു സ്ഥലത്ത് സമാധാനമായിട്ട് ഇരിക്കത്തില്ല. അപ്പം ഞാൻ വിചാരിച്ച വല്ലിച്ച അങ്ങനെ ആവരുത്, നമ്മളെല്ലാം ഭയങ്കര പതിയെ ചെയ്താൽ മതി, ധൃതിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുമായിരിക്കും. ഇനി വലിച്ചെന്നത് വിഷമായി കാണും, അതായിരിക്കും ദൈവം എന്നോട് അങ്ങനെ പറഞ്ഞത്. അത് പോട്ടെ. ഇത് നമ്മൾ ഇന്നലെ രാത്രി എടുത്ത വീഡിയോ ആണേ. ഞാൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വന്നത് കൊറിയർ പാക്ക് ചെയ്യാനുള്ള ബോക്സ് എടുക്കാതാണ്. എന്തോ ആലോചിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത പോലെയാണ് ഇപ്പോൾ എൻ്റെ രീതി. അങ്ങനെ പിന്നെ നമ്മൾ രാത്രിയിൽ ഇൻസ്റ്റാമാർട്ടിൽ കുറേ തപ്പി ആ ബോക്സ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് സിംഗിൾ പീസായിട്ട് കിട്ടുന്നേ ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ നമുക്ക് ഈ ഓർഡർ തന്ന എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, എടാ കുഴപ്പമില്ല, നിനക്ക് പറ്റുന്ന പോലെ പാക്ക് ചെയ്താൽ മതിയെന്ന്. പിന്നെ നമ്മൾ ഇൻസ്റ്റാമാർട്ടിൽ നിന്നൊരു ഗിഫ്റ്റ് പാക്കറ്റൊക്കെ വാങ്ങിച്ചിട്ട് നല്ലപോലെ റാപ്പ് ചെയ്തിട്ട് കൊറിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ കൊറിയറിൻ്റെ ഈ പേര് എഴുതത്തില്ലേ, അഡ്രസ്സ് എഴുതുന്നത് എൻ്റെ അമ്മയാണ്. കാരണം ഇവിടെ നമ്മുടെ ആരുടെയും ഹാൻഡ് റൈറ്റിംഗ് കൊള്ളത്തില്ല, അതുകൊണ്ട് അമ്മയുടെ ജോലിയാണ് അത്. പിന്നെ ഇതാണ് എൻ്റെ വല്ലിച്ചൻ. ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഞാൻ ഉപദേശിച്ചെൻ്റെ വല്ലിച്ചൻ.